നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇടുക്കിനെറ്റ് ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ 15-ാം തീയതി ആരംഭിച്ച ഇടുക്കിനെറ്റ് വാർത്തകളോട് മികച്ച പ്രതികരണം രേഖപ്പെടുത്തുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ വാരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രധാനപ്പെട്ട വാർത്തകളുടെ പുനർവിചിന്തനമാണ് ന്യൂസ് ഹൈലൈറ്റ്സ്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ വാർത്തയിലെ വ്യക്തി തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത തന്നെയായിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ 4 വർഷത്തെ തടവിനും 100 കോടി രൂപ പിഴയ്ക്കുമാണ് ബാംഗ്ലൂരുവിലെ പ്രത്യേക കോടതി ജയലളിതയെ ശിക്ഷ വിധിച്ചത്. അഴിമതി നിരോധന നിയമത്തിലെ സുപ്രധാന വകുപ്പുകൾ പ്രകാരമാണ് ജയലളിതയെ ബംഗളൂരുവിലെ പ്രത്യേക കോടതി 4 വർഷം തടവിനും 100 കോടി രൂപ പിഴ ഈടാക്കുന്നതിനും ശിക്ഷിച്ചിരിക്കുന്നത്. പിഴ ഒടുക്കിയില്ലെങ്കിൽ അധിക തടവനുഭവിക്കണം. ജയലളിത തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി ആദ്യഘട്ടത്തിൽ പ്രവർത്തിച്ച 91 മുതൽ 96 വരെയുള്ള കാലത്ത് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്നായിരുന്നു കേസ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രതിമാസം 1 രൂപ വീതം ശമ്പളമായി കൈപ്പറ്റിയ ജയയുടെ ആസ്തി ഈ കാലയളവിനുള്ളിൽ 3 കോടിയിൽ നിന്ന് 66 കോടി രൂപയായി വർദ്ധിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ജനതാ പാർട്ടി നേതാവായിരുന്ന സുബ്രഹ്മണ്യസ്വാമിയാണ് ജയലളിതയ്ക്കെതിരെ കോടതിയെ സമീപിച്ചത്. 97-ൽ തമിഴ്നാട് വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 2000-ൽ കുറ്റപത്രം സമർപ്പിച്ചു. തുടർന്ന് നീണ്ട 14 വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് പ്രത്യേക കോടതി ജയലളിതയെ കുറ്റക്കാരിയെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. ജയലളിതയ്ക്കൊപ്പം തോഴി ശശികല, വളർത്തുമകൻ VN സുധാകരൻ, ശശികലയുടെ ബന്ധുവും ജയലളിതയുടെ സന്തത സഹചാരിയുമായ ഇളവരശി എന്നിവരെയും ശിക്ഷിച്ചിട്ടുണ്ട്. രാവിലെ 11 മണിയോടെ കോടതി നടപടികൾ ആരംഭിച്ചത് കേസിൽ ജയലളിത കുറ്റക്കാരിയാണെന്ന പരാമർശം നടത്തിയിരുന്നു. തുടർന്ന് വൈകിട്ടോടെയാണ് ഇന്ത്യൻ ജനാധിപത്യ രംഗത്തിന് തന്നെ മാതൃകയായ സുപ്രധാന വിധി പ്രഖ്യാപിച്ചത്. ഇതോടെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ആദ്യമായി അയോഗ്യയാക്കപ്പെടുന്ന മുഖ്യമന്ത്രിയായി ജയലളിത മാറി. നിയമസഭാ അംഗത്വവും നഷ്ടമായിട്ടുണ്ട്. ശിക്ഷ വിധിച്ചതോടെ ജയലളിതയെ അറസ്റ്റ് ചെയ്ത് ബാംഗ്ലൂർ പരപ്പന അഗ്രഹാര ജയിലിലേക്ക് മാറ്റി. വിധി പുറത്തു വന്നതോടെ തമിഴ്നാട്ടിലെങ്ങും വ്യാപക ആക്രമണങ്ങളാണ് ഉണ്ടായത്. കേരളത്തിന്റെ അതിർത്തി മേഖലകളിലും നേരിയ അനിഷ്ട സംഭവങ്ങളും റോഡ് ഉപരോധങ്ങളും നടന്നു. ന്യൂസ് ഡെസ്ക് ഇടുക്കി നെറ്റ്. 18 വർഷക്കാലം നീണ്ടുനിന്ന ഒരു കേസ്. അഴിമതി നിരോധന നിയമത്തിലെ സുപ്രധാനമായ 3 വകുപ്പുകൾ പ്രകാരമാണ് കോടതി ശിക്ഷ വിധിച്ചത്. പല ഘട്ടത്തിലും കേസ് അട്ടിമറിക്കപ്പെടുമെന്ന സൂചന വരെ ഉണ്ടായിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ പലതവണ വിധി പറയുന്നത് മാറ്റിവെക്കുകയും ചെയ്തു. എന്താണെങ്കിലും ഓരോ ഇന്ത്യൻ പൗരനും അഭിമാനിക്കത്തക്ക വിധിയായിരുന്നു ഇന്നലെ കോടതി പുറപ്പെടുവിച്ചത്. പണ്ഡിതനും പാമരനും രാജാവും പ്രജയുമെല്ലാം ഇന്ത്യയിലെ നിയമത്തിനു മുൻപിൽ സമന്മാരാണ് എന്ന തത്വം കൂടിയാണ് ഈ വിധി നമുക്ക് നൽകുന്ന പാഠം. ഇതിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയായിരുന്നു ജോയ്സ് ജോർജ് MP-യുടെ നിരാഹാര സമരം. ആദിവാസി കുടിയിലേക്ക് കടന്നുപോകുന്ന PWD റോഡിൽ PWD നിർമ്മിച്ച കലുങ്കുകൾ ഫോറസ്റ്റ് അധികൃതർ ബോംബ് മൂലം പൊട്ടിച്ചു നീക്കി. ഇത് വൻ വിവാദത്തിനാണ് തിരികൊളുത്തിയത്. അടിമാലിക്കടുത്ത് 6-ാം മൈലിൽ തുടങ്ങി പഴമ്പള്ളിച്ചാൽ കുറത്തിക്കുടി വഴി ദേശീയപാതയിലെത്തുന്ന റോഡിന്റെ പുനരുദ്ധാരണ ജോലികൾ കഴിഞ്ഞ 1.5 വർഷമായി നടന്നുവരികയായിരുന്നു. സ്റ്റേറ്റ് ഹൈവേ ആയി പ്രഖ്യാപിച്ച റോഡിൽ 4 കലുങ്കുകളുടെ നിർമ്മാണം ഇതിനകം പൂർത്തിയായിരുന്നു. ഈ കലുങ്കുകളാണ് JCB ഉപയോഗിച്ചും തോട്ടപൊട്ടിച്ചും വനംവകുപ്പ് അധികൃതർ തകർത്തത്. മുൻകൂർ അനുമതിയില്ലാതെയാണ് പൊതുമരാമത്ത് വകുപ്പ് കലുങ്കുകൾ നിർമ്മിച്ചതെന്ന് വനംവകുപ്പിന്റെ വാദം. എന്നാൽ PWD അധികൃതർ ഈ ആരോപണം നിഷേധിക്കുന്നു. മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് വനംവകുപ്പിന്റെ ഉൾപ്പെടെ മുൻകൂർ അനുമതിയോടെയാണ് കലുങ്കുകൾ നിർമ്മിച്ചതെന്ന് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജു പറയുന്നു. മൂന്നാർ DFOയുടെ അനുവാദത്തോടു കൂടിയിട്ടാണ് നമ്മൾ DFOനെ വിവരം അറിയിച്ച് നമ്മൾ ഈ പണികൾ ചെയ്തത്. ഈ വർക്ക് തുടങ്ങിയിട്ട് ഉദ്ദേശം 1.5 വർഷത്തോളമായി. ഇതേവരെ യാതൊരുവിധ പരാതിയും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും 2 വകുപ്പുകൾ തമ്മിലുള്ള തർക്കം മൂലം ദുരിതത്തിലായത് വിദൂര വനമേഖലയിലെ ആദിവാസികളായിരുന്നു. ആവറുകുട്ടി, കുറത്തി തുടങ്ങിയ കുടികളിലെ നിരവധി കുടുംബങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗമായിരുന്നു വനംവകുപ്പ് അധികൃതർ തകർത്തെറിഞ്ഞത്. ഈ റോഡ് വന്ന് ഈ രീതിയിൽ നിന്ന് ഫോറസ്റ്റുകാർ വന്ന് ആക്രമിക്കുകയും കുത്തിപ്പൊളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രോഗിയോ സ്കൂൾ പിള്ളേരെയോ ഞങ്ങൾക്ക് യാത്ര അടിമാലിയിലേക്ക് പോകാൻ പുറലോകമായിട്ട് ബന്ധപ്പെടാൻ യാതൊരു മാർക്കുമില്ല. ഇതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളായിരുന്നു ജോയ്സ് ജോർജ് MP-യുടെ നിരാഹാര സമരത്തിനും ജില്ലാ ഹർത്താലിനുമെല്ലാം വഴിവെച്ചതും. ന്യൂസ് ഡെസ്ക് ഇടുക്കി നെറ്റ്. പ്രഖ്യാപിക്കാതെ പ്രഖ്യാപിച്ച ഒരു ഹർത്താൽ, അതിനിടയിൽ 48 മണിക്കൂർ തെരുവുവാസ സമരം. ഒന്നും പൂർത്തിയാക്കേണ്ടി വന്നില്ല. പ്രശ്നങ്ങൾക്ക് പരിഹാരമായതോടെ എല്ലാം കെട്ടടങ്ങി.
ജോയ്സ് ജോർജ് MP നിരാഹാരം അവസാനിപ്പിക്കുകയും ചെയ്തു. പിണറായി വിജയൻ അങ്ങനെ ഇടുക്കി ജില്ലയിലും എത്തി. എല്ലാം ശുഭപര്യവസായിയായി. ഇടുക്കിയിലെ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ടാണ് വീണ്ടും പശ്ചിമഘട്ട സംരക്ഷണ പ്രശ്നം മുൻപോട്ട് വന്നത്. ഹരിത ട്രിബ്യൂണൽ വിധിയായിരുന്നു ഇതിന് ആധാരം. ഗോവ ഫൗണ്ടേഷൻ നൽകിയ ഹർജിയിന്മേലായിരുന്നു ഹരിത ട്രിബ്യൂണലിൻ്റെ വിധി. പശ്ചിമഘട്ട സംരക്ഷണം അനിവാര്യമാണ്. നവംബർ 13 ഉത്തരവ് നടപ്പാക്കണം. എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെക്കണം. ഇതൊക്കെയാണ് കോടതി വിധിയിലെ അന്തസത്ത. കേന്ദ്ര സർക്കാരിൻ്റെ അന്തിമ വിജ്ഞാപനം വരുന്നതുവരെ പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കണമെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ ഉത്തരവിട്ടു. പശ്ചിമഘട്ട മലനിരകൾ സംരക്ഷിക്കുവാൻ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഗോവ ഫൗണ്ടേഷൻ നൽകിയ ഹർജിയിലാണ് ട്രിബ്യൂണലിൻ്റെ ഉത്തരവ്. അന്തിമ വിജ്ഞാപനം ഇറങ്ങുന്നതുവരെ പശ്ചിമഘട്ട മേഖലയിൽ ഒരു വിധത്തിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും പാടില്ലെന്നും പരിസ്ഥിതി ദുർബല പ്രദേശത്ത് കർശന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ഹരിത ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടു. 2013 നവംബർ 13 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വിജ്ഞാപനം നടപ്പാക്കണമെന്നും ട്രിബ്യൂണൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിജ്ഞാപനം അനുസരിച്ച് പശ്ചിമഘട്ട മേഖലയിൽ ഖനികൾ, ക്വാറികൾ, മണൽവാരൽ, താപനിലയങ്ങൾ എന്നിവ അനുവദിക്കില്ല. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ പുനർനിർണയിച്ചിട്ടുള്ള കേരളത്തിൻ്റെ കാര്യം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് തീരുമാനിക്കാമെന്നും കോടതി ഉത്തരവിട്ടു. ജനവാസ കേന്ദ്രങ്ങൾ പശ്ചിമഘട്ട സംരക്ഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ പ്രത്യേക ഇളവ് വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് കോടതി അംഗീകരിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് തീരുമാനിക്കാമെന്നും സംസ്ഥാനങ്ങളുടെ അഭിപ്രായം തേടണമെന്ന് നിർബന്ധമില്ല എന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് അനുസരിച്ച് സംസ്ഥാനത്തെ 123 വില്ലേജുകളാണ് പശ്ചിമഘട്ട സംരക്ഷണ മേഖലയിൽ ഉൾപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ നയപരമായ കാര്യങ്ങളിൽ ഗ്രീൻ ട്രിബ്യൂണലിന് ഇടപെടാൻ കഴിയില്ല എങ്കിലും പശ്ചിമഘട്ട സംരക്ഷണത്തിൽ കർശനമായ നിലപാട് സ്വീകരിക്കുവാൻ കഴിയും എന്നത് ജനങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്. കേന്ദ്രം പലതവണ ഹരിത ട്രിബ്യൂണലിന് മുൻപിൽ അയഞ്ഞ സമീപനം സ്വീകരിച്ചതും പ്രതികൂല സാഹചര്യമാണ് സൃഷ്ടിച്ചത്. ഹരിത ട്രിബ്യൂണലിൻ്റെ ഇന്നത്തെ വിധി ഇടുക്കിയിലെ ജനങ്ങളെ വീണ്ടും ആശങ്കയിലാഴ്ത്തിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് ഇടുക്കി നെറ്റ്. ഹരിത ട്രിബ്യൂണലിൻ്റെ വിധി ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ കാര്യമായ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായോ എന്നത് സംശയം തന്നെ. ആദ്യഘട്ടത്തിൽ പ്രതിഷേധങ്ങൾ ഉയർത്തെഴുന്നേറ്റു. പക്ഷേ ഇതിൻ്റെയൊക്കെ ആയുസ് 24 മണിക്കൂർ മാത്രമായിരുന്നു. ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഇപ്പോൾ പശ്ചിമഘട്ടത്തെക്കുറിച്ചോ ഹരിത ട്രിബ്യൂണലിൻ്റെ വിധിയെക്കുറിച്ചോ ആരും ശബ്ദിക്കുന്നതേയില്ല. എല്ലാ സമരങ്ങളുടെയും അന്ത്യം ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. മുല്ലപ്പെരിയാർ സമരം നമ്മൾ കണ്ടുപഠിച്ചതാണ്. അത് ആരും മറന്നിട്ടുമില്ല. ഒരുപക്ഷെ ഇക്കാര്യത്തിലും അതുതന്നെയാവും സംഭവിക്കുക. കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു തീരുമാനം കഴിഞ്ഞ ദിവസമുണ്ടായി. മുനിസിപ്പാലിറ്റി എന്ന സ്വപ്നം കണ്ടു നടക്കുന്ന കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനെ വിഭജിച്ചുകൊണ്ട് 2 ഗ്രാമപഞ്ചായത്തുകളാക്കുക. പ്രത്യേക അന്വേഷണ സമിതിയാണ് ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. ഈ സമിതി എപ്പോൾ വന്നു, എപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചു, ഇതൊന്നും കട്ടപ്പന ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്കറിയില്ല എന്നതാണ് വാസ്തവം. തനതു വരുമാനം 12.8 കോടി രൂപയിൽ അധികമാണെന്നതാണ് നഗരസഭയാകാൻ ആവശ്യമായിട്ടുള്ള യോഗ്യതകളിലൊന്ന്. ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളേക്കാൾ വളരെയധികം മുന്നിലാണ് കട്ടപ്പന. കഴിഞ്ഞ വർഷം 2.25 കോടിയും ഇക്കൊല്ലം 3 കോടിക്കടുത്തുമാണ് വരുമാനം. ടൗണിലും പരിസര പ്രദേശങ്ങളിലും ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിൽ 1434 മുകളിലാണ്. വിസ്തൃതി കൂടിയ പഞ്ചായത്തായതിനാലാണ് കണക്കുകളിൽ അല്പം കുറവായി രേഖപ്പെടുത്തുന്നത്. 80% കാർഷികേതര വിഭാഗം എന്നത് അശാസ്ത്രീയ നിർദ്ദേശമാണ്. സുഗന്ധ കാർഷിക വിളകളുടെ ഉൽപാദന രംഗത്ത് ജില്ലയുടെ സ്ഥിരാകേന്ദ്രമായ കട്ടപ്പന വികസിത നഗരമായി മാറിക്കഴിഞ്ഞു. മുനിസിപ്പാലിറ്റിയിലൂടെ ലഭിക്കുന്ന നഗരവൽക്കരണ വികസന ഫണ്ടും തനതു വരുമാനവും കൂടിയാകുമ്പോൾ കട്ടപ്പനയുടെ വളർച്ച വേഗത്തിൽ സാധ്യമാകും. കേരളത്തിൽ പുതിയ മുനിസിപ്പാലിറ്റി പ്രഖ്യാപിക്കപ്പെട്ടാൽ ആദ്യത്തേത് കട്ടപ്പനയായിരിക്കുമെന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും മുമ്പ് പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇത് നടപ്പാകാതെ ഗ്രാമപഞ്ചായത്തിനെ 2ആയി വിഭജിക്കാനുള്ള നിർദ്ദേശം അപ്രായോഗികവും ഭൂമിശാസ്ത്രപരമായി അസാധ്യവുമാണെന്ന് കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി പറഞ്ഞു. ടൗണിന്റെ വളർച്ചയെ തടയാൻ ഇത് കാരണമാകും. വികസന നഗരത്തിനുള്ള ഭൗതിക സാഹചര്യങ്ങളുള്ള കട്ടപ്പനയെ മുനിസിപ്പാലിറ്റിയാക്കാൻ നടപടിയെടുക്കണമെന്നും ജോണി കുളമ്പള്ളി ആവശ്യപ്പെട്ടു. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആകും എന്ന ഒരു വിശ്വാസത്തിലും പ്രതീക്ഷയിലുമായിരുന്നു നമ്മളൊക്കെ നിന്നിരുന്നത്. പക്ഷെ ഇന്ന് ഇതിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ട കമ്മിറ്റി, ഗവൺമെൻറ് നിയോഗിച്ച പഞ്ചായത്ത് ഡയറക്ടർ കൺവീനറായിട്ടും അതുപോലെ സ്റ്റേറ്റ് പെർഫോമൻസ് ഓഡിറ്റ് ഓഫീസർ അംഗമായിട്ടും ചീഫ് ടൗൺ പ്ലാനർ അംഗമായിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ആശങ്ക
നമുക്കുണ്ടായിരിക്കുകയാണ്. ഒരിക്കലും അത് നമുക്ക് യോജിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ഇവിടെ നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നുകിൽ നമ്മൾ മുനിസിപ്പാലിറ്റിയായി മാറുക, അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്ത് വിഭജിച്ച് 2ആയി മാറുക. അപ്പോൾ ഇത് 2ആയാലും മുനിസിപ്പാലിറ്റി ആയാലും പിന്നെ വിഭജിച്ച് മാറുകയാണെങ്കിലും ഈ 2 ഓപ്ഷനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മുടെ യോഗ്യത അനുസരിച്ച് നമ്മുടെ പോപ്പുലേഷൻ, നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ വിനിയോഗ രീതികൾ, നമ്മുടെ ധനകാര്യ സ്രോതസ്, തനത് ഫണ്ട് അടക്കമുള്ള കാര്യങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ ഒന്നെങ്കിൽ ഇത് വിഭജിച്ചേ മതിയാവും, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആകാം. ഈ 2 ഓപ്ഷനാണ് മുമ്പിലുള്ളൂ. കേരളത്തിലെ തന്നെ മുൻനിര പഞ്ചായത്തുകളിൽ 1ാം സ്ഥാനത്താണ് കട്ടപ്പന ഗ്രാമപഞ്ചായത്ത്. ആളിലും അർത്ഥത്തിലും മുനിസിപ്പാലിറ്റിയാക്കി പഞ്ചായത്തിനെ ഉയർത്തണമെന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കവുമുണ്ട്. ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ജനങ്ങൾക്കും അധികൃതർക്കും അജ്ഞാതമാണ്. എന്താണെങ്കിലും കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആക്കണം, ഇല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആകണം എന്ന ആ സ്വപ്നം പാതി വഴിയിൽ പൊലിയുകയാണ്. മറയൂരിലെ ചന്ദനക്കള്ളക്കടത്തിനെക്കുറിച്ചുള്ള വാർത്ത ഈ ആഴ്ച റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ പ്രതിനിധി KM സിനോബിയായിരുന്നു. മറയൂരിലെ ചന്ദനക്കാടുകളിൽ മോഷ്ടാക്കൾ വിലസുകയാണ് കാലങ്ങളായി. എന്നാൽ ഈ മോഷണ പരമ്പരയ്ക്ക് ഒരു അറുതിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ സത്യമാണ് KM സിനോബി വാർത്തയിലൂടെ തുറന്നു കാട്ടിയത്. വനം വകുപ്പിന്റെ നിരീക്ഷണം ശക്തമായതോടെ മറയൂർ മലനിരകളിൽ നിന്ന് പിൻവാങ്ങിയ വനം കൊള്ളക്കാർ കൂടുതൽ ശക്തരായി തിരിച്ചുവരുന്ന കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ചന്ദനക്കാടുകൾ സാക്ഷ്യം വഹിക്കുന്നത്. മുൻപത്തെ അപേക്ഷിച്ച് സ്വകാര്യ ഭൂമികളിലെ ചന്ദനമരങ്ങളാണ് മോഷ്ടാക്കൾ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. സ്വകാര്യ ഭൂമിയിൽ നിന്ന് ചന്ദനം മോഷണം പോയാൽ സ്ഥലമുടമ പരാതിപ്പെട്ടാലും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ അന്വേഷണം ഉണ്ടാവാറില്ല. ഇതാണ് മോഷ്ടാക്കൾ സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരങ്ങൾ തേടിയെത്താൻ കാരണം. ചന്ദനമരങ്ങൾ നിൽക്കുന്ന സ്വകാര്യ ഭൂമികളുടെ ഉടമസ്ഥർ ഭീതിയോടെയാണ് ഇപ്പോൾ രാത്രികൾ തള്ളി നീക്കുന്നത്. ഏതു സമയവും മാരകായുധങ്ങളുമായി ചാടി വീഴുന്ന ചന്ദന മോഷ്ടാക്കളെ ഭയന്ന് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ പോലും ആളുകൾ രാത്രിയിൽ വീടിന് പുറത്തിറങ്ങാൻ മടിക്കുന്നു. 3 മാസത്തിനിടെ 80ഓളം ചന്ദനമരങ്ങൾ മോഷണം പോയത് വനം വകുപ്പിനെയും ഞെട്ടിച്ചിട്ടുണ്ട്. മോഷ്ടാക്കളെ പിടികൂടാൻ വനം വകുപ്പ് അധികൃതർ നെട്ടോട്ടം ഓടുമ്പോഴും ഓരോ ദിവസവും പുതിയ മോഷണ വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ഇതിനിടെ മോഷണം പോയ ചന്ദനമരങ്ങളുടെ കൃത്യമായ കണക്കുകൾ വനം വകുപ്പ് അധികൃതർ മറച്ചുവെക്കുകയാണ് എന്ന ആരോപണവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, മറയൂർ. മറയൂർ ചന്ദനക്കാടുകളിലെ 30% മരങ്ങളും മോഷണം പോയിട്ടുണ്ട്. അതും അധികൃതരുടെ കൺമുമ്പിലൂടെ തന്നെയാണ് ഈ മോഷണ പരമ്പര അരങ്ങേറുന്നതും. മരങ്ങൾ മോഷ്ടിക്കാതിരിക്കുവാൻ ചന്ദനമരങ്ങൾക്ക് സുരക്ഷാ കവചം വരെ സർക്കാർ ഏർപ്പെടുത്തി. എന്നിട്ടും ഫലമില്ല. കാരണം കള്ളൻ കപ്പലിൽ തന്നെയാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് ഇടുക്കിയിലേക്ക് ഒഴുകുന്നതായുള്ള വാർത്ത ഇത്തവണ റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ പ്രതിനിധി S. സൂര്യലാലാണ്. ഇടുക്കിയിലും കേരളത്തിലും അടക്കം കഞ്ചാവിൻ്റെ ഉപഭോഗം പുതിയ തലമുറയിൽ ഗണ്യമായി വളരുന്നുമുണ്ട്. അന്തർ സംസ്ഥാന അതിർത്തി വഴി കേരളത്തിലേക്കെത്തുന്ന കഞ്ചാവിന്റെ അളവിൽ വർധനവുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ വർഷം ഇതുവരെ 187 കിലോഗ്രാം ഉണക്ക കഞ്ചാവാണ് ഇടുക്കി ജില്ലയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പിടിയിലായത്. പോയ വർഷം ഇത് 38 കിലോഗ്രാം മാത്രമായിരുന്നുവെന്നറിയുമ്പോഴാണ് വർദ്ധിച്ചുവരുന്ന ഭീഷണി വ്യക്തമാവുക. പിടിയിലാകുന്നതിലും എത്രയോ ഇരട്ടിയാണ് യഥാർത്ഥ കണക്ക് എന്നത് മറ്റൊരു കാര്യം. പല രീതികളാണ് കഞ്ചാവ് കാരിയർമാർ തിരഞ്ഞെടുക്കുന്നത്. ദേഹത്ത് കഞ്ചാവ് പൊതികൾ കെട്ടിവെച്ച് ചെക്ക് പോസ്റ്റുകൾ കടന്ന് കാൽനടയായി എത്തിയ 2 പേർ അടുത്തിടെ കുമളിയിൽ പിടിയിലായിരുന്നു. മറ്റൊരാളെത്തിയത് കഞ്ചാവ് പൊതികൾ കാലിൽ കെട്ടിവെച്ച നിലയിലായിരുന്നു. വാഹനങ്ങളിൽ പ്രത്യേക അറകൾ നിർമ്മിച്ചും കാറിന്റെ ബോണറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലും കഞ്ചാവ് കടത്താൻ ശ്രമിച്ച സംഭവങ്ങൾ നിരവധിയാണ്. തമിഴ്നാട്ടിലെ കമ്പം വഴിയാണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഇടുക്കിയിലേക്ക് കഞ്ചാവ് എത്തുന്നത്. ഒറീസ, ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ നക്സൽ മേഖലകളിൽ കൃഷി ചെയ്യുന്ന കഞ്ചാവാണ് ഇങ്ങനെ ഇടുക്കിയിലെത്തിച്ച് ഇടുക്കി ഗോൾഡ് എന്ന പേരിൽ മറ്റിടങ്ങളിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നത്. ഇടുക്കി കഞ്ചാവിന് ആവശ്യക്കാർ ഏറെയായതിനാൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവ് ഇടുക്കിയിലെത്തിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നതെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ലാൽകുമാർ പറയുന്നു. ജാർഖണ്ഡ് മുതലായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്തിട്ട് അത് ഇടുക്കിയിൽ കൊണ്ടുവന്നിട്ട് ഇടുക്കിയിൽ നിന്നും ഇടുക്കിയിലെ സാധനമാണെന്ന് പറഞ്ഞുള്ള ആ പഴയ പേരിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഇത് ഇടുക്കി വഴി കൊണ്ടുവരുന്നതെന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. മുമ്പ് കഞ്ചാവ് കൃഷിയുടെ പ്രധാന കേന്ദ്രമായിരുന്ന ഇടുക്കി ഇപ്പോൾ വിൽപ്പനയുടെ ഇടത്താവളമായി മാറിയെന്നർത്ഥം. പുതിയ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിൽ കഞ്ചാവ് കടത്ത് അടക്കം ചെക്ക് പോസ്റ്റുകളിൽ വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. എന്നാൽ ഈ പ്രതിസന്ധികൾ മറികടക്കാൻ ചെക്ക് പോസ്റ്റുകൾ സജ്ജമല്ല എന്നതാണ് സത്യം. ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. ഒരു കാലത്ത് ഇടുക്കിയുടെ മലനിരകളിൽ കഞ്ചാവ് കൃഷി സജീവമായിരുന്നു. ഉദ്യോഗസ്ഥരുടെ ശക്തമായ ഇടപെടലുകൾ മൂലം ഇത്
ഒരു പരിധിവരെ ഇല്ലാതാക്കുവാനും കഴിഞ്ഞു. എന്നാൽ നീണ്ട ഒരു 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇടുക്കി കഞ്ചാവിൻ്റെ കേന്ദ്രമായി മാറുന്നത്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത് കടത്തിക്കൊണ്ട് വരുന്നതാണ് എന്നത് സത്യം തന്നെ. എന്താണെങ്കിലും ഉദ്യോഗസ്ഥരുടെ അടിയന്തരമായ നടപടിയില്ല എങ്കിൽ ഒരുപക്ഷെ ദൂരവ്യാപകമായ വൻ പ്രത്യാഘാതത്തിനായിരിക്കും ഇത് വഴിവെക്കുക. കാർഷിക ജില്ലയെന്ന് വാർത്തകളിൽ മാത്രം സ്ഥാനം പിടിക്കുന്ന ജില്ലയാണ് പിന്നോക്ക ജില്ലയായ ഇടുക്കി. എന്നാൽ ഇപ്പോൾ കാര്യമായ കൃഷി ഇടുക്കി ജില്ലയിൽ ഇല്ല എന്നത് വസ്തുത. ഏലവും കുരുമുളകുമൊക്കെ ഒരു വശത്തുണ്ട്. എന്നാൽ ഏറ്റവും ആവശ്യഘടകമായ നെൽകൃഷി ഇടുക്കി ജില്ലയ്ക്ക് അന്യമാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഒരുപറ്റം വിദ്യാർത്ഥികൾ, ഒരുപറ്റം മനുഷ്യസ്നേഹികളുടെ പിന്തുണയോടുകൂടി കരനെൽ കൃഷി ആരംഭിച്ചിട്ടുള്ളത്. ഈ വാർത്തയും ഇന്നലെ ഇടുക്കി നെറ്റ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മലയാളിയുടെ ഗ്രഹാതുര സ്മൃതികളിൽ നിന്ന് പോലും കാർഷിക സംസ്കൃതി പടിയിറങ്ങുമ്പോൾ കൃഷിയുടെ പുതിയ പാഠങ്ങൾ തേടി എത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. കട്ടപ്പന ഇടുക്കി കവലയ്ക്ക് സമീപത്തെ വലിയ കണ്ടം പാടശേഖരത്തിലാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നെൽകൃഷി ആരംഭിച്ചിരിക്കുന്നത്. 1.5 ഏക്കറോളം വിസ്തൃതിയുള്ള പാടം നെൽകൃഷിക്കായി ഒരുക്കിയതും വിത്ത് വിതച്ചതുമെല്ലാം വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് കൃഷി ചെയ്യുവാനുള്ള അവസരമൊരുക്കിയത്. നാടൻ പാട്ടുകൾ പാടിയും ആർപ്പുവിളികളുമായി വിദ്യാർത്ഥികൾ ആദ്യമായി പാടത്തേക്കിറങ്ങിയത് ആഘോഷിച്ചു. പാടം കിളച്ചും പരമ്പരാഗത കാർഷിക ഉപകരണമായ ഞവരി ഉപയോഗിച്ച് ചെളിക്കട്ടകൾ ഒടിച്ച് നിരപ്പാക്കിയും വിദ്യാർത്ഥികൾ പാടത്തെ കൃഷിക്കായി ഒരുക്കി. തുടർന്ന് വിദ്യാർത്ഥി സംഘം പാടത്ത് ഞാറുകളും നട്ടു. ആദ്യത്തെ കൃഷി അനുഭവം ഏറെ സന്തോഷം നൽകുന്നതാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇവിടെ വന്നിട്ട് നല്ല രസമുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത് ഞങ്ങൾക്ക്. ഈ പഴയ സിനിമയിലൊക്കെ കാണുന്ന പോലെ നല്ല രസമുണ്ട്. ഇവിടെ വന്ന് നടാനും ഇത് നല്ലൊരു എൻജോയ്മെൻ്റ് ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ വലിയ കണ്ടം പാടശേഖര സമിതി ഭാരവാഹികളും കർഷകരും ഒപ്പമുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്ക് അന്യമായ കൃഷിയറിവുകൾ പകർന്നു നൽകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് കർഷകരും പറയുന്നു. വളരെ സന്തോഷമുണ്ട്. പുതിയ ജനറേഷൻ ഇതൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങൾ അവർക്ക് ഇതെന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു അവസരമെങ്കിലും ഇങ്ങനെ ഒരുക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. അവർക്കറിയില്ല ഇതെന്തെന്ന് അവർ കണ്ടിട്ടില്ല. ഇനിയാണെങ്കിലും കാണാനും ഒത്തിരി വയലുകൾ നിർത്തിക്കൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് അവർക്കിതൊന്നും കാണാനുള്ള അവസരം പോലും ഇല്ല. അപ്പോൾ അതിനൊരു അവസരം ഒരുക്കാൻ പറ്റിയതും ഭാഗ്യം തന്നെയാണ്. ഏക്കറുകളോളം പാടശേഖരങ്ങളുണ്ടായിരുന്ന കട്ടപ്പന പഞ്ചായത്തിൽ അവശേഷിക്കുന്ന ഏക പാടശേഖരമാണ് വലിയ കണ്ടത്തെ ഈ പാടശേഖരം. കൃഷിച്ചെലവ് വർദ്ധിച്ചതും രോഗബാധകൾ ഏറിയതും മൂലം നെൽകൃഷി നഷ്ടമായതിനാൽ കർഷകർ നെൽകൃഷി ഉപേക്ഷിച്ച് മറ്റ് കൃഷികളിലേക്ക് തിരിയുകയായിരുന്നു. പരിസ്ഥിതി സന്തുലിതാവസ്ഥയ്ക്കും മണ്ണിന്റെ ജലശേഖരണ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും ഏറെ പങ്കുവഹിക്കുന്ന പാടശേഖരങ്ങൾ മറ്റ് കൃഷികൾക്ക് വഴിമാറുമ്പോഴാണ് ഈ വിദ്യാർത്ഥി കൂട്ടം മണ്ണിലേക്ക് ഇറങ്ങിയത്. ആഹാരത്തിനായി അതിർത്തി കടന്നെത്തുന്ന അന്യസംസ്ഥാന ലോറികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മലയാളികളുമായി ഈ യുവത്വം പങ്കുവയ്ക്കുന്നത് വിഷാംശമില്ലാത്ത ഭക്ഷണം കഴിക്കണമെങ്കിൽ മണ്ണിലേക്ക് ഇറങ്ങാനുള്ള സമയം അതിക്രമിച്ചു എന്നാണ്. ക്യാമറമാൻ ബിബിൻ ജോയിയുടെ ദൃശ്യങ്ങൾക്കൊപ്പം KM സിനോബി, ഇടുക്കി നെറ്റ് ന്യൂസ്. സമൃദ്ധമായ കാർഷിക മേഖലയിലേക്കൊരു മടക്കം ഒരുപക്ഷെ പുതിയ തലമുറ ആഹ്വാനം ചെയ്യുന്നതും ഇതുതന്നെയാണ്. വളർന്നു വരുന്നവർ ഓരോ കൃഷിയിടങ്ങളും സമൃദ്ധമാക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്താണെങ്കിലും വീണ്ടും അടുത്ത ഞായറാഴ്ച ന്യൂസ് ഹൈലൈറ്റ്സുമായി കാണും വരെ എല്ലാവർക്കും വിടാം.